നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കാനായിട്ടില്ല. AITUCയും സ്വതന്ത്ര സംഘടനകളും ചേർന്ന ടെസ്റ്റ് വിവിധയിടങ്ങളിൽ തടഞ്ഞു. എറണാകുളത്ത് CITU സമരം രംഗത്തുണ്ട്. കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമരസമിതി ഗ്രൗണ്ടിൽ കിടന്ന് പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് സമരപന്തൽ കെട്ടിയാണ് പ്രതിഷേധം തുടരുന്നത്. ആരെയും ടെസ്റ്റിന് കയറ്റില്ല എന്നാണ് സമരക്കാർ MVD ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം എറണാകുളത്തും ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു. ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ INTUCയും സ്വതന്ത്ര സംഘടനകളുടെ സമരവും തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഭീഷണി. അതേസമയം 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ചെറിയ വരുമാനത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്നവരെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി ഹരിസുന്ദരൻ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വാഹനം ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് എന്ന കേന്ദ്ര നിയമത്തിന് എതിരാണ് ഈ നിർദ്ദേശമെന്നാണ് വാദം. കൈകൊണ്ട് ഗിയർ മാറ്റുന്ന ഇരുചക്ര വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തായി. ഇരുചക്ര വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകാരും കൈകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ലൈസൻസ് ലഭിക്കുന്നവരാകട്ടെ റോഡിൽ ഓടിക്കുന്നത് കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളും. ഡ്രൈവിംഗ് ടെസ്റ്റിലും കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥ. ഇതും ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വിനയാണ്. മറ്റ് നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. പ്രതിദിനം ഒരു ഓഫീസിൽ 40 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം. ഇതിൽ 25 പേർ പുതിയ അപേക്ഷകരും 10 പേർ റീ ടെസ്റ്റ് അർഹത നേടിയവരും 5 പേർ വിദേശ ജോലി, പഠനം എന്നീ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരും വിദേശത്ത് നിന്ന് അവധിയെടുത്ത് വന്ന് അടിയന്തരമായി മടങ്ങേണ്ട പ്രവാസികളുമാണ്. ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നതുവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം. അതത് ദിവസം രാവിലെ 11 മുൻപ് ഓഫീസിന് മേധാവിക്ക് മുന്നിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണം. MVI റോഡ് ടെസ്റ്റ് നടത്തി വിജയിക്കുന്നവർക്ക് AMVI ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി 2 ടെസ്റ്റുകളും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കണം. ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ, VLDC എന്നിവ ഘടിപ്പിക്കാനും 3 മാസം ഇളവ് നൽകും. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ല എന്ന നിബന്ധനയ്ക്ക് 6 മാസം കൂടി ഇളവ് നൽകും. പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാക്കുന്നതുവരെ നിലവിലെ രീതിയിൽ പരീക്ഷ നടത്തും. എന്തായാലും ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്തായിരിക്കും ഗണേഷ് കുമാറിന്റെ തീരുമാനം? അതായത് ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ MVDയുടെയും അതുപോലെ തന്നെ വാഹന വകുപ്പിന്റെയും തീരുമാനം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഒരു തുറന്ന പോര് തന്നെയാണ് സംസ്ഥാനം നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊരു തീരുമാനം ഉടനെ തന്നെ ഇപ്പോൾ ഹൈക്കോടതി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഈ ഗതാഗത വകുപ്പിനോടൊപ്പമാണ് ഹൈക്കോടതി ഉണ്ടായിരുന്നത്. എന്തായിരിക്കും ഈ ഒരു സമരമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ആയിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്ന് കണ്ടറിയാം. Oh.